പ്രിയ കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയെ മനസ്സിൽ കാണുക. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഇന്നേ ദിവസം ഞങ്ങൾ പഠിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എല്ലാവരും കണ്ണുകൾ തുറന്നേ, നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഇരിക്കുക. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണോ? സുഖമാണല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അതിവിടെ പറയുന്നുണ്ടല്ലോ, പറഞ്ഞോളൂ. മാതാവിനെ പറ്റിയല്ലേ? മറിയ ഈശോയുടെ മാതാവാണെന്ന് പഠിച്ചു അല്ലേ? പിന്നെയോ ജപമാല വഴി നാം വിശുദ്ധി പ്രാപിക്കുമെന്ന് പഠിച്ചു. എല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നല്ല കുട്ടികളാണല്ലോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാമത്തെ പാഠമാണ്. പാഠത്തിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഉദാശകൾ പ്രസാദവരത്തിന്റെ നീർച്ചാലുകൾ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഉദാശകൾ പ്രസാദവരത്തിന്റെ നീർച്ചാലുകൾ. കഥ നിങ്ങൾക്ക് ഇഷ്ടമാണോ? കഥയെന്ന് കേട്ടപ്പോൾ എല്ലാവരുടെ മുഖത്തെ സന്തോഷം ഒന്ന് നോക്കിയേ. എന്നാൽ സിസ്റ്റർ ഇന്നൊരു കഥ പറഞ്ഞു തരാം. ഈശോയുടെയും സമരിയക്കാരുടെയും കഥ. ഒരിക്കൽ ഈശോ സമരിയായിലെ ഒരു കിണറ്റിനരികിലേക്ക് പോവുകയായിരുന്നു. എന്തിനാണാവോ ഈശോ കിണറ്റിനരികിലേക്ക് പോയത്? വെള്ളം കുടിക്കാനായിരിക്കുമല്ലേ? അപ്പോഴേക്കും ഒരു സമരിയക്കാരി അവിടെ ഒരു കുടവുമായി വെള്ളം കോരുവാൻ വന്നു. ഈശോ ആ സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് ദാഹിക്കുന്നു, ഒരല്പം വെള്ളം തരാമോ? ഇത് പറഞ്ഞപ്പോൾ സിസ്റ്ററിന്റെ മനസ്സിൽ ഒരു പാട്ട് ഓർമ്മ വരികയാണ്. പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ചില ചോദ്യങ്ങൾ സിസ്റ്റർ ചോദിക്കും. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. നാഴി ഒരു പാത്രം ദാഹജലം നീ എനിക്ക് നൽകൂ. അയ്യോ നീയൊരു യൂതൻ, ഞാൻ ഇന്നു സമയാരെത്തി. ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ? ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ? അറിയുന്നില്ലേതും നീ എന്നോടു നീ ചോദിച്ചാൽ ജീവന്റെ ജലം കോരി തരുമല്ലോ ഞാൻ. ജീവന്റെ ജലം കോരി തരുമല്ലോ ഞാൻ. കയറില്ല പാലയുമില്ല, നീ എങ്ങനെ വെള്ളം കോരും? ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും? ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും? ഞാൻ നൽകും നിത്യജലം നീ വിശ്വാസമായി കുടിച്ചാൽ നാഴി നിനക്കൊരു നാളും ദാഹിക്കില്ല. നാഴി നിനക്കൊരു നാളും ദാഹിക്കില്ല. ഈശോ എങ്ങനെയുള്ള ജലത്തെ പറ്റിയാണ് പറഞ്ഞത്? സാധാരണ ജലത്തെ പറ്റിയാണോ പറഞ്ഞത്? അല്ലല്ലേ. ഏത് ജലത്തെ പറ്റിയാണ് പറഞ്ഞത്? ജീവജലത്തെ പറ്റിയാണ് പറഞ്ഞത്. ഈശോ വാഗ്ദാനം ചെയ്യുന്ന ജീവജലമാണ് ദൈവിക ജീവൻ. കൃഷിയിടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കൃഷിയിടങ്ങൾ? കൃഷിയിടങ്ങളിൽ എങ്ങനെയാണ് ജലം എത്തിക്കുന്നത്? ചാലുകൾ വഴിയാണ്. അങ്ങനെ സസ്യങ്ങൾക്ക് ആവശ്യമായ ജലം എത്തുകയും അവ വളർന്ന് വലുതായി നല്ല ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. അതുപോലെ ഈശോയാകുന്ന വലിയ ഉറവയിൽ നിന്നൊഴുകുന്ന നീർച്ചാലുകളാണ് ഉദാശകൾ. അപ്പോൾ നീർച്ചാലുകൾ എവിടെ നിന്നാണ് ഒഴുകുന്നത്? ജീവന്റെ ഉറവിടമായ ഈശോയിൽ നിന്നാണ്. ഉദാശകൾ സ്വീകരിക്കുന്നത് വഴി ദൈവിക ജീവൻ നമ്മിലേക്ക് ഒഴുകിയെത്തി നാം വിശുദ്ധി പ്രാപിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ
പ്രസാദവരം സ്വീകരിക്കുന്നു. അപ്പോൾ കുദാശ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ്. വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ് കുദാശ എന്ന വാക്കിന്റെ അർത്ഥം. ആരാണ് കുദാശയുടെ സ്ഥാപകൻ? ഈശോയാണ് കുദാശയുടെ സ്ഥാപകൻ. ദൈവവരപ്രസാദം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? സഭയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്താലോ? ഈശോ സമരിയക്കാരോട് വാഗ്ദാനം ചെയ്ത ജീവജലം എന്താണ്? ദൈവിക ജീവൻ. കുദാശ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ്. ഈശോ ആരെയാണ് ഇത് ഏൽപ്പിച്ചത്? സഭയെയാണ് ഏൽപ്പിച്ചത്. ആരാണ് കുദാശയുടെ സ്ഥാപകൻ? ഈശോയാണ് കുദാശയുടെ സ്ഥാപകൻ. അപ്പോൾ നമുക്ക് ഒരു വചനം പഠിച്ചാലോ ഇന്ന്? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. എല്ലാവരും ഈ വചനം ഇന്ന് തന്നെ വീട്ടിൽ പോയി പഠിക്കണം. നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യാൻ ഇഷ്ടമല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി, നിങ്ങളുടെ വർക്ക് ബുക്കിലെ പേജ് നമ്പർ 15-ൽ ഈശോയുടെയും സമരിയക്കാരുടെയും ഒരു ചിത്രമുണ്ട്. ആ ചിത്രം നിങ്ങൾ നന്നായി കളർ ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. എല്ലാവരും അയച്ചു കൊടുക്കൂല്ലേ? എല്ലാവരും അയച്ചു കൊടുക്കണം കേട്ടോ. ഇന്ന് നമുക്ക് ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണ്ടേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച്, ജീവന്റെ ഉറവിടമായ ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയോടൊത്ത് ജീവിക്കുവാനും സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.